അടുത്ത നമ്മുടെ 29ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇഫ് 11c1 divided by 2 plus 11c2 divided by 3 plus etc 11c9 divided by 10 equal to n by m എന്നാണ്. വിത്ത് ദി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് n ആൻഡ് m എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ n m കണ്ടുപിടിച്ചിട്ട് n plus m കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഈ ചോദ്യം എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറത്തിൽ നിന്നോ അല്ലെങ്കിൽ പെർമുട്ടേഷനോ കോമ്പിനേഷനോ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിത് നോർമൽ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം. അപ്പോൾ ബൈനോമിയൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് സിഗ്മ നൊട്ടേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ നോക്കിയേടാ, ഞാൻ ജസ്റ്റ് ഇവനെ ഒന്ന് എഴുതുകയാണ്. 11c1 divided by 2 plus 11c2 divided by 3 plus etc plus 11c9 divided by 10 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ വെച്ച് ഞാൻ എഴുതാൻ പോകണം. അപ്പോൾ എന്ത് വരും, സിഗ്മ r ഈക്വൽ ടു 1 to 9 എന്ത് വരും, 11cr ഡിവൈഡഡ് ബൈ r പ്ലസ് 1 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ വരുടാ നോക്കിയേ, സിഗ്മ r ഈക്വൽ ടു 1 to 9 1 by r plus 1 into 11cr. ഞാൻ നോക്കിയേ, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. 1 by r plus 1 സെപ്പറേറ്റ് മാറ്റി എഴുതി. ദെൻ 11cr എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് r ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. മക്കളെ നോക്കിയാൽ r പ്ലസ് 1 ഇൻറ്റു r ഫാക്ടോറിയൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. r പ്ലസ് 1 ഇൻറ്റു r ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, r പ്ലസ് 1 ഫാക്ടോറിയൽ എഴുതാൻ പറ്റത്തില്ലേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ വീണ്ടും എഴുതുകയാണ്. സിഗ്മ r ഈക്വൽ ടു 1 to 9 ഇങ്ങനെ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് r ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതാൻ പറ്റും, സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇവനെ മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മേലെയും താഴെയും ഞാനൊരു 12 വെച്ച് എന്ത് ചെയ്യാൻ പോവാണ്, മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഇത് എങ്ങനെ വരുമെന്ന്, ദാ 1 by 12 സിഗ്മ r ഈക്വൽ ടു 1 to 9. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 12 വെച്ച് ഇതാണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ഡിവൈഡ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 12 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 12 ഇൻറ്റു 11 ഫാക്ടോറിയൽ. 12 ഇൻറ്റു 11 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താടാ, 12 ഫാക്ടോറിയൽ അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് വരും, 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് r ഫാക്ടോറിയൽ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് r ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 12c r പ്ലസ് 1 അല്ലേ, നോക്കിക്കേ. 12c r പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം, 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 12 മൈനസ് r പ്ലസ് 1. അപ്പം 12 മൈനസ് r മൈനസ് 1 ഫാക്ടോറിയൽ. 12 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 11 അല്ലേ. അപ്പോൾ അത് ഇതെന്തായി വരും, 11 മൈനസ് r ഫാക്ടോറിയൽ എന്ന് വരും. ഈ സംഭവം തന്നെയല്ലേ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇവനെ എന്താക്കി മാറ്റി എഴുതാം, നമുക്ക് 12c r പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 12 ഇൻറ്റു സിഗ്മ r ഈക്വൽ ടു 1 to 9 12c r പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇവ r ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലൊന്ന് നമുക്ക് ഇവന് വാല്യൂ കൊടുത്തൊന്ന് എക്സ്പാൻഡ് ചെയ്തൊന്ന് എഴുതാം. നോക്കിക്കുക അപ്പോൾ എന്ത് വരുമെന്ന്. ക്ലിയർ, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 12 ഇൻറ്റു, നോക്കിയാൽ മക്കളെ വാല്യൂസ് നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ r-ന് നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 12c2 പ്ലസ് r-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 12c3 അല്ലേ. അങ്ങനെ നമുക്ക് 9 വരെയാണ് നമുക്ക് വാല്യൂ r-ന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് വാല്യൂസ് ഒന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരെടാ നോക്കിയേ, 12c2 പ്ലസ് 12c3 എക്സെട്രാ പ്ലസ് 12c10 വരെ വരും അല്ലേ. 12c10 വരെ വരും. ഓക്കെ, ഇവിടെ വരെ നിന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും, ബൈനോമിയൽ കോഎഫിഷ്യൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇതിവിടെ നിന്നോട്ടെ. ഈ സംഭവത്തിന് നമുക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, അതായത് 12c0 പ്ലസ് 12c1 പ്ലസ് 12c2 പ്ലസ് എക്സെട്രാ പ്ലസ് 12c12 വരെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവനെ എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈനോമിയൽ കോഎഫിഷ്യന്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് 2⁻12 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് 12c2 മുതൽ ഞാൻ ഇവിടെ ഇടയ്ക്ക് ഈ വാല്യൂ കൂടെ എഴുതാം കേട്ടോ. അതായത് ഒരു മിനിറ്റ്, എക്സെട്രാ പ്ലസ്
12C10 പ്ലസ് 12C11 പ്ലസ് 12C12 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും വാല്യൂസാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതാണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വാല്യൂസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത 12C0യുടെ വാല്യൂ എത്രയാണ് മക്കളെ? 12C0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. 12C1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ആണ്. ദെൻ റിമൈനിങ് ഉള്ളത് അതുപോലെ നമുക്ക് എഴുതാം. 12C2 പ്ലസ് എക്സെട്രാ പ്ലസ് 12C10 വരെ നമുക്ക് എഴുതാം. ദെൻ അടുത്തത് അഗെയിൻ 12C11 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 തന്നെയാണ്. 12C12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ദെൻ 2^12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4096 ആണ്. ക്ലിയർ? ദെൻ മക്കളെ നോക്കിയടാ, ദെൻ അടുത്ത് എങ്ങനെ എഴുതാൻ പറ്റും? 12C2 പ്ലസ് 12C3 പ്ലസ് എക്സെട്രാ പ്ലസ് 12C10 ഈക്വൽ ടു നോക്കിയേ 4096 മൈനസ് നോക്കിയേ ഇത് 12 പ്ലസ് 1 ഇത് 12 പ്ലസ് 1 ടോട്ടൽ ആഡ് ചെയ്ത് നമുക്ക് 26 കിട്ടും അല്ലേ? അപ്പോൾ -26 ചെയ്താൽ എത്ര വരും നോക്കിയേ? 12C2 പ്ലസ് 12C3 പ്ലസ് എക്സെട്രാ പ്ലസ് 12C10 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇതാ നോക്കാം, 4070 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതൊന്ന് നോക്കിക്കേ, ഇതിൻ്റെ വാല്യൂ ആണ് ഇപ്പം നമുക്ക് 4070 എന്ന് കിട്ടിയത്. നോക്കിയേ, ഇവിടെ 1/12 ഇൻറ്റു ഇപ്പം ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4070 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ ആൻസർ LHS എന്താ മക്കളെ വരുന്നത്? LHS നമുക്ക് വരുന്നത് LHS എന്ന് തന്നെ എഴുതാം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 ഇൻറ്റു എന്ത് വരും? വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയത് 4070 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്ത് എത്ര വരും മക്കളെ? 2035 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിന് ചെറുതാക്കി കഴിഞ്ഞാൽ 2035 ഡിവൈഡഡ് ബൈ 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് n/m എന്നായിരുന്നു തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും? 2035 എന്നും എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 6 എന്നും എഴുതാൻ പറ്റും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് n+m ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2035 പ്ലസ് 6 ആണ് നമ്മുടെ ആൻസർ. എത്ര വരും? 2041 എന്ന് വരും നമ്മുടെ ഫൈനൽ ആൻസർ.